നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താടി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടിട്ട് നിങ്ങൾ മൂന്നുപേരും കൂടി ആലോചിച്ച് ഒരു തീരുമാനം പറയണം. എത്രയും വേഗം പറയുന്നു അത്രയും നല്ലത്. മറുപടി അനുകൂലമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി അങ്ങനെ അല്ലെങ്കിലും നിങ്ങളുടെ തീരുമാനം അറിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റേതായിട്ടുള്ള തീരുമാനം എടുക്കാൻ. നമുക്കിടെ ഇങ്ങനത്തെ മുഖവരുടെയൊക്കെ ആവശ്യമുണ്ടോ ചേച്ചി? ആവശ്യമുണ്ട്. അത് നിങ്ങളെല്ലാവരും കൂടെ എന്നെ ബോധ്യപ്പെടുത്തി. ശരി ശരി ചേച്ചി, കാര്യം പറ. നമ്മുടെ ഈ വീടും ഹോട്ടലിൽ നിൽക്കുന്ന ഭൂമിയും അമ്മയുടെ പേരിലല്ലേ? അതിൽ നിന്ന് എൻ്റെ വിഹിതം എത്രയാണെങ്കിലും അത് എൻ്റെ പേരിൽ എഴുതി തരണം. മൂന്ന് പേരുടെ മുന്നിൽ ഇക്കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ ശാലിനി കൂടി വിളിച്ചു വരുത്തിയത്. ആലോചിച്ചൊരു തീരുമാനം ഉടനെ അറിഞ്ഞാൽ കൊള്ളാം. ശരി ചേച്ചി നിക്ക്. ശരി ചേച്ചി, എനിക്ക് ഇതിൽ കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ് നിങ്ങളോട് പറഞ്ഞത്. പിന്നെ ഇനി നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. ശരി ചേച്ചി, ഇതുവരെ നമ്മൾ 4 പേരും ഒറ്റക്കെട്ടായിരുന്നു. ഈ ഹോട്ടലും വീടും അത് നിൽക്കുന്ന ഭൂമിയൊന്നും അല്ല നമ്മുടെ അമ്മയുടെ ഏറ്റവും വലിയ സ്വത്ത്. നമ്മള് മക്കള് തമ്മിലുള്ള ഒരുമയാ. ഈ ഭൂമി വെട്ടിമുറിക്കാന്ന് വെച്ചാ ആ ഒരുമ തകർന്നു എന്ന് അതിനർത്ഥം. ഇന്ന് ശാരദാമ്മയുടെ മക്കളെ നോക്കി പഠിക്കാൻ പറയുന്നവര് നാളെ നമ്മളെ നോക്കി കളിയൊക്കെ ചിരിക്കും. ശാരദാമ്മയുടെ മക്കളുടെ ജീവിതം കണ്ടുപിടിക്കാൻ അല്ല ആര് പറയുന്നെന്ന്? അതൊക്കെ അങ്ങ് പണ്ട്. ഞാനും നീയുമൊക്കെ ഈ താലിമാല എന്നുള്ള കുരുക്കുമായിട്ട് ഈ വീട്ടിൽ നിറങ്ങുന്നതിന് മുമ്പ്. ഇപ്പൊ ശാരികയുടെ ജീവിതം നോക്കി പഠിച്ചാ എവിടെയാ എത്തുക? ഒരു കൊക്കയുടെ വിളിമ്പിലോ ഒരു കയർക്കുരുക്കിന് മുന്നിലോ. പിന്നെ നിനക്ക് മുന്നിലൊരു ജീവിതമുണ്ട്. സിവിൽ സർവീസ് എഴുതി കളക്ടർ ആവാം. പിന്നെ ദേ ഇവൾക്ക് പഠിക്കാൻ അവസരം കിട്ടിയതുകൊണ്ട് ഇപ്പോഴാണെങ്കിലും ഒരു ടെസ്റ്റ് എഴുതിയ LD ക്ലർക്കായിട്ടെങ്കിലും ജോലി കിട്ടും. സ്വന്തമായ ഒരു ജോലി വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ ആരുടെ മുമ്പിലും തല കുനിക്കേണ്ടി വരില്ല. ഭർത്താവിൻ്റെയോ സ്വന്തം വീട്ടുകാരുടെയോ ആരുടെ മുമ്പിലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.